ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രഷർ ഓൺ പ്ലെയിൻ ആൻഡ് കർവ്ഡ് സർഫസസ് ആണ്. അതിനകത്ത് പ്രധാനമായി നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ പ്രഷർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ സെൻറ്റർ ഓഫ് പ്രഷർ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും നോക്കുന്നു. പിന്നെ അതുപയോഗിച്ച് പ്രഷർ ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസും അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെയും സെൻറ്റർ ഓഫ് പ്രഷറും ടോട്ടൽ പ്രഷറും ഒക്കെ നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ എന്താണ് ടോട്ടൽ പ്രഷർ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഓൺ എനി സർഫസ് ഓർ ബോഡി ദാറ്റ് ഈസ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ ഓർ ഇൻ അതർ ലിക്വിഡ് ദെയർ ഈസ് എ ഫോഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി വെള്ളത്തിൽ സബ്മേർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പ്രഷർ താഴോട്ട് പോകുന്നതനുസരിച്ച് വേരി ചെയ്യും. ദ പ്രഷർ വേരീസ് ലീനിയർലി വിത്ത് ഡെപ്ത് ഈ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ. സ്റ്റഡി ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സബ്മേർജ്ഡ് ഓർ സ്റ്റാറ്റിക് ഫോഴ്സസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡിസൈൻ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോസസ്. അതായത് ഡാമിൻ്റേത്, അതുപോലെ വാട്ടർ ടാങ്ക്, വെള്ളത്തിൻ്റെ അടിയിലുള്ള ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതുപോലുള്ള എഞ്ചിനീയറിംഗ് കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഫോഴ്സുകളുടെ ഒരു പഠനം വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ വേരിയേഷൻ, അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതുപോലുള്ള എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ പ്രഷർ എന്താണെന്ന് നോക്കാം. വെൻ എ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ദെയർ ഈസ് നോ റിലേറ്റീവ് വെലോസിറ്റി ഓർ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ദ ലേയേഴ്സ് ദെൻ ദ ഫ്ലൂയിഡ് ഹാസ് നോ ടാൻജൻഷ്യൽ ഷിയർ ഫോഴ്സ്. ഫ്ലൂയിഡ് റെസ്റ്റായിട്ടിരിക്കുന്ന സമയത്ത് റിലേറ്റീവ് വെലോസിറ്റിയോ ഗ്രേഡിയൻറ്റോ ഒന്നും ഈ ഫ്ലൂയിഡിനില്ല. അതായത് നോ ടാൻജൻഷ്യൽ ഷിയർ ഫോഴ്സ്, ഫ്ലൂയിഡ് റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത്. എന്നാൽ ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ ഫ്ലൂയിഡ് മാസ് എ നോർമൽ ഫോഴ്സ് ഈസ് എക്സൈറ്റഡ് ഓൺ എനി പാർട്ട് ഓഫ് ദ സോളിഡ് സർഫസ് വിച്ച് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫ്ലൂയിഡ്. ദിസ് normal force exerted by the static fluid on the surface in contact with the fluid is called total pressure. The surface can be horizontal, vertical, inclined or curved. അതായത് വെള്ളത്തിൽ സബ്മെർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സർഫസിലെ ഫ്ലൂയിഡ് റെസ്റ്റാണ്. അപ്പോൾ തന്നെ അവിടെ റിലേറ്റീവ് വെലോസിറ്റി ഗ്രേഡിയൻ്റോ ഒന്നുമില്ല. പക്ഷെ അവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു നോർമൽ ഫോഴ്സ് ഈ പറയുന്ന സോളിഡ് സർഫസിൽ ആക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു ഇതിന് പറയുന്നതാണ് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൊണ്ട് ആക്ട് ചെയ്യപ്പെടുന്നതായ ആ ഫോഴ്സിനാണ്, സബ്മെർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ്, പ്രഷറിന് പറയുന്ന പേരാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന ഒരു മറ്റൊരു ടേമുണ്ട്. അതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ പ്രഷർ ഈസ് സപ്പോസ് ടു ആക്ട് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് പ്രഷർ. ഈ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിൽ സബ്മെർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോഡിയിൽ വേറൊരു ഫോഴ്സും ഇല്ല, ആകെ ഉള്ളത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൊണ്ടുണ്ടാകുന്ന നോർമൽ ഫോഴ്സാണ്. അതിന് പറയുന്ന പേരാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ടോട്ടൽ പ്രഷറിൽ ഏത് പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നത് ആ പോയിന്റിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കേസുകൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന് പ്രഷർ ഓൺ സബ്മേർജ്ഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസും അതുപോലെ തന്നെ പ്രഷർ ഓൺ സബ്മേർജ്ഡ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസും. വെള്ളത്തിൽ സബ്മേർജ് ചെയ്ത് വെച്ചിരിക്കുന്ന സർഫസിൻ്റെ ആണല്ലോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ ആ ഒരു രണ്ട് കേസ്, ഒന്ന് വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിൻ സർഫസും രണ്ടാമത്തേത് ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിൻ സർഫസും. ആദ്യമായിട്ട് പ്രഷർ ഓൺ സബ്മേർജ്ഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് നോക്കാം. ഫോർ എ horizontal plane surface immersed in a static fluid, every point of the surface is at the same depth from the free surface of fluid, so the pressure intensity is uniform over the entire surface and act through the centroid. ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് എല്ലാത്തിൻ്റെയും ഡെപ്ത് സെയിം ആയിരിക്കും, എല്ലാ പോയിൻറ്റിൻ്റെയും. കാരണം ഹൊറിസോണ്ടൽ സർഫസാണ്. നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു ടോപ്പ് വ്യൂ ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലെയിൻ സർഫസ് അല്ലേ. അപ്പോൾ ഈ പ്ലെയിൻ സർഫസും ഈ വെള്ളത്തിൻ്റെ ടോപ്പ് സർഫസും തമ്മിലായിട്ട് എല്ലാ പോയിൻറ്റും, അതായത്
ഈ പറയുന്ന പ്ലെയിൻ സർഫസിൻ്റെ എല്ലാ പോയിൻറ്റിലും ഫ്രീ സർഫസിൽ നിന്നുള്ള ദൂരം സെയിം ആയിരിക്കും. അതേസമയം വെർട്ടിക്കലായിട്ട് വെക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കൽ സർഫസിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെ ഫ്രീ സർഫസിൽ നിന്നുള്ള ദൂരം വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായോ? പക്ഷേ ഇത് ഹൊറിസോണ്ടൽ സർഫസ് ആയതുകൊണ്ട് തന്നെ ഫ്രീ സർഫസ് ഓഫ് ഫ്ലൂയിഡിൽ നിന്ന് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ എല്ലാ പാർട്ടുമായിട്ടും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എൻ്റയർ സർഫസിൽ യൂണിഫോം ആയിരിക്കും. അത് ആക്ട് ചെയ്യുന്നത് സെൻട്രോയിഡിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം HC എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രഷറിൽ നിന്ന് ഫ്രീ സർഫസിലോട്ടുള്ള ദൂരം. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രോയിഡാണ്. അപ്പോൾ അതിൻ്റെ ടേംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാൻ പോവുകയാണ്. A = ടോട്ടൽ ഏരിയ ഓഫ് സർഫസ്, G = സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ സർഫസ്, P is the central pressure, Hg is the distance of the centroid from the free surface, Hc = distance of center or center of pressure from the free surface, H = depth of the plane surface. ഇനി മറ്റ് അതിൻ്റെ ഡെറിവേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഫോഴ്സും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്കറിയാം പ്രഷർ ഇൻറ്റൻസിറ്റി P = H ρg ആണ്. ഇവിടെ P എന്ന് പറയുന്നാൽ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സർഫസിലും യൂണിഫോമാണ്. അതുകൊണ്ട് തന്നെ Hg അപ്പോൾ തന്നെ Hg Hc H ആണ്. എന്ന് പറഞ്ഞാൽ സെയിം ദൂരമാണ് ഏതാ ഫ്രീ സർഫസിൽ നിന്ന് സെൻട്രോയിഡിലോട്ടും ഫ്രീ സർഫസിൽ നിന്ന് ഈ പറയുന്ന സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ദൂരവും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ സർഫസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ സർഫസ് എന്ന് പറഞ്ഞാൽ FR = പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ, ആ ഇരിക്കേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സെയിം ആയതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നുമില്ല. FR = പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H ആണ്. H ഇൻറ്റു ഏരിയ. അപ്പോൾ എന്ത് വരും? FR = ρ ഇൻറ്റു G ഇൻറ്റു ഏരിയ ഇൻറ്റു H ρg ഇൻറ്റു A എന്ന് പറയുന്നതാണ് പ്രഷർ ഓൺ സബ്മർജ്ഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്. ഇനി അടുത്ത ടേമിലേക്ക് നമ്മൾ പോകുന്നത് പ്രഷർ ഓൺ സബ്മർജ്ഡ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്. ഹൊറിസോണ്ടൽ ആയിരുന്നു പഠിച്ചത്, ഇനി വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. എന്താണ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെ പ്രത്യേകത? മുമ്പേ പറഞ്ഞായിരുന്നു. ഫോർ എ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇൻവേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ദ പ്രഷർ ഈസ് നോൺ യൂണിഫോം ആൻഡ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത്. So, to determine the total pressure, entire surface is divided into a number of small parallel strips. The force on the strips is calculated by integrating this force. So, the total pressure on the vertical plane surface is found. Horizontal surface ആയിരുന്ന സമയത്ത് നമുക്കറിയാം ഫ്രീ സർഫസ് ഓഫ് ദ ഫ്ലൂയിഡിൽ നിന്ന് ഈ പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ എല്ലാ പാർട്ടുമായിട്ട് സെയിം ഡിസ്റ്റൻസ് ആയിരുന്നു. എന്നാൽ നേരെ മറിച്ച് വെർട്ടിക്കലായിട്ടാണ് ഈ സർഫസ് ഇരിക്കുന്നതെങ്കിൽ ഫ്രീ സർഫസിൽ നിന്ന് ഇതിൻ്റെ ഓരോ പോർഷനിൽ നിന്നും വ്യത്യസ്തമായ ദൂരമായിരിക്കും ഫ്രീ സർഫസിൽ നിന്ന്. ഏതാ വെർട്ടിക്കലായിട്ടൊരു സർഫസ് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ പർട്ടിക്കുലർ ഹൈറ്റ് കാണും. അതിൻ്റെ ഓരോ പാർട്ടിൽ നിന്ന് ഫ്രീ സർഫസിലേക്കും ദൂരം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം അല്ല, മറ്റേ കേസിൽ സെയിം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രഷർ ലീനിയർലി താഴോട്ട് പോകുന്നതനുസരിച്ച് അതിന് വേരിയേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു വലിയ സർഫസിനെ ചെറിയ ചെറിയ സ്മോൾ പാരൽ സ്ട്രിപ്സ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രിപ്പിലെ ഈ പറയുന്ന ഫോഴ്സ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫുൾ പാർട്ടിലുള്ള പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സ്ട്രിപ്പ് കാണാം. അതായത് കൺസിഡർ എ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് DH ആൻഡ് വിഡ്ത്ത് B അറ്റ് ദ ഡെപ്ത് ഓഫ് H ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അപ്പം ഈ ഒരു ചെറിയ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. വെർട്ടിക്കലായിട്ടുള്ള സർഫസ് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. വെർട്ടിക്കലായിട്ടുള്ളൊരു സർഫസ് സബ്മേർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മൊത്തത്തിൽ നമ്മൾ എടുക്കുന്നതിന് പകരം ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ പോർഷനിലുള്ള പ്രഷർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വെർട്ടിക്കലായിട്ട് വെള്ളത്തിൽ സബ്മേർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പോർഷൻ്റെ പ്രഷർ നമുക്ക് കിട്ടും. അപ്പോൾ നോക്കാം പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്ട്രിപ്പ് നമുക്കറിയാം H ρg ആണ് പ്രഷർ അല്ലേ, P = ρgh. ഏരിയ എന്ന് പറഞ്ഞാൽ
ഏരിയ ഓഫ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലെന്ത് ഇൻറ്റു ബ്രെത്ത്, അതായത് DA ഈക്വൽ ടു B ഇൻറ്റു DH. ടോട്ടൽ പ്രഷർ ഫോഴ്സ്, പ്രഷർ ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, അതിൽ നിന്നാണ് വന്നത്. DF ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ റോ GH ഇൻറ്റു B ഇൻറ്റു DH. അപ്പോൾ ഈ പറയുന്ന DF എന്ന് പറഞ്ഞാൽ ആ സ്മോൾ എലിമെൻ്റ് സ്ട്രിപ്പിൻ്റെ ഫോഴ്സാണ്, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. എന്താണ്? റോ ഇൻറ്റു G ഇൻറ്റു H ഇൻറ്റു B ഇൻറ്റു DH. ഇനി ടോട്ടൽ സർഫസിൻ്റെ പ്രഷർ, നമ്മൾ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓഫ് ദ വോൾ സർഫസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഈ ചെറിയ പോർഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, അപ്പോൾ മൊത്തം കിട്ടും അല്ലേ. FR ഈക്വൽ ടു ഇൻ്റഗ്രൽ DF, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ റോ GH ഇൻറ്റു B ഇൻറ്റു DH. അതിനകത്ത് വന്ന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റോയും ജിയും പുറത്തെടുത്തു. അപ്പോൾ റോ ജി ഇൻറ്റു ഇൻ്റഗ്രൽ B ഇൻറ്റു H ഇൻറ്റു DH എന്ന് വന്നു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ഏരിയ എന്ന് പറഞ്ഞാൽ DA ഈക്വൽ ടു B ഇൻറ്റു DH ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഇക്വേഷനെ റോ ജി ഇൻറ്റു ഇൻ്റഗ്രൽ H ഇൻറ്റു DA എന്ന് എഴുതാം. കാരണം B ഇൻറ്റു DH എന്ന് പറഞ്ഞാൽ എന്താണ്? DA ആണ്, ഏരിയ ഓഫ് സ്ട്രിപ്പാണ്. അപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് H ഇൻറ്റു DA, അതായത് ഇൻ്റഗ്രൽ H ഇൻറ്റു DA എന്നുള്ളത് എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻ്റഗ്രൽ H ഇൻറ്റു DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണ്. മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏരിയ ഓഫ് സർഫസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ ഫ്രീ സർഫസ്. അതാണ് ഈ പറയുന്ന ഇൻ്റഗ്രൽ H ഇൻറ്റു DA. അപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ സിംപ്ലിഫൈഡ് ഫോമായിട്ട് എഴുതാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏരിയ ഇൻറ്റു HG ആണ്. HG എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ ഫ്രീ സർഫസ് ആണ്. അപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞതായ ഇക്വേഷൻ, FRൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, FR ഈക്വൽ ടു റോ ജി ഇൻറ്റു ഇൻ്റഗ്രൽ BH ഇൻറ്റു DH. BH ഇൻറ്റു DHനെ നമ്മൾ H ഇൻറ്റു DA എന്ന് എഴുതിയായിരുന്നു, അതായത് റോ ജി ഇൻറ്റു ഇൻ്റഗ്രൽ H ഇൻറ്റു DA. പക്ഷേ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ഇൻ്റഗ്രൽ H ഇൻറ്റു DA എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഏരിയ ഇൻറ്റു HG ആണ്. മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണ്. അതുകൊണ്ട് തന്നെ FR എന്ന് പറയുന്നത് നമുക്ക് കിട്ടി റോ ഇൻറ്റു G ഇൻറ്റു A ഇൻറ്റു HG ആണ്. അപ്പോൾ പ്രഷർ ഓൺ സബ്മർജ്ഡ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്, FR ഈക്വൽ ടു റോ ഇൻറ്റു G ഇൻറ്റു A ഇൻറ്റു HG ആണ്. ഫോർ വാട്ടർ നമുക്കറിയാം റോ എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9.81 m/s². ഫോഴ്സ് എപ്പോഴും ന്യൂട്ടണിലായിരിക്കും അതിൻ്റെ യൂണിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ട സെൻറ്റർ ഓഫ് പ്രഷറാണ്, HC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. HC ഇപ്പോൾ നമ്മൾ ഫോഴ്സാണ്, പ്രഷർ ഫോഴ്സാണ് കണ്ടുപിടിച്ചത്. ഇനി സെൻറ്റർ ഓഫ് പ്രഷർ HC കണ്ടുപിടിക്കണം. കാരണം മറ്റേ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു, കാരണം അതെല്ലാം സെയിം ആണ്. HG HC എല്ലാം സെയിം ആയിരുന്നു. ഏതാ? ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ കേസ്. വെർട്ടിക്കൽ സർഫസിൻ്റെ കേസിൽ അതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് HC കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു പണ്ട് മെക്കാനിക്സിനകത്ത് പഠിച്ച ഒരു ചെറിയ ഫോർമുലയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ടോട്ടലി അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് വി നോ ദാറ്റ് മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ദ കമ്പോണൻസ് അബൌട്ട് ദ സെയിം ആക്സിസ്. ഈ പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് തുടർന്ന് നമ്മൾ ഡെറിവേഷൻ പഠിക്കാൻ പോകുന്നത്. ഇത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് നമ്മൾ പഠിച്ച ഫാക്റ്റാണ്. ഓക്കെ, എന്താണ് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ദ കമ്പോണൻസ് അബൌട്ട് ദ സെയിം ആക്സിസ്. ഏതെങ്കിലും ഒരു ആക്സിസിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിസൾട്ടൻ്റ് ഫോഴ്സ് FR ഈസ് ആക്ടിങ് അറ്റ് P അറ്റ് എ ഡിസ്റ്റൻസ് HC ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് FR അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് എന്താണെന്ന് ചോദിച്ചാൽ FR ഇൻറ്റു HC ആണ്. അതായത് ആ ഫോഴ്സ് ഇൻറ്റു ആ ദൂരം HC, അതാണ് എന്ത് ചെയ്യുന്നത്? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അപ്പോൾ അത് ഒരു സൈഡ് കിട്ടി LHS. മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് വെച്ച് എന്താണ് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് അബൌട്ട് ദ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ദ കമ്പോണൻസ് അബൌട്ട് ദ സെയിം ആക്സിസ്. അപ്പോൾ നമുക്കൊരു ഭാഗം കിട്ടി. ഏതാ? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് FR അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അത് ഈസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ദ മൊമെൻറ്റ്സ് ആണ്.
അപ്പോൾ LHS ഈക്വൽ ടു RHS നമ്മൾ ചെയ്യാൻ ആ ഇക്വേഷൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു സൈഡ് കിട്ടി FR ഇൻറ്റു HC. ഇനി നമ്മൾ ഈ പറയുന്ന മൊമെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ സം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് DF ആക്ടിങ് ഓൺ എ സ്ട്രിപ്പ് ഓഫ് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു DF ഇൻറ്റു H, ഫോഴ്സ് ഇൻറ്റു ആ ദൂരം. അതായത് DF എന്താ നമുക്കറിയാം, ρgh ഇൻറ്റു B ഇൻറ്റു DH. അതാണ് എന്ത് DF എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മളത് ഡെറിവേഷനകത്ത് നോക്കിയായിരുന്നു. അതേ ഇൻറ്റു H. ഇനി സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഏതാ? DF ഇൻറ്റു Hനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ρgh ഇൻറ്റു B ഇൻറ്റു DH ഇൻറ്റു H ഈക്വൽ ടു ρg ഇൻറ്റു ഇൻ്റഗ്രൽ BH ഇൻറ്റു HDH. അതിനെ എന്താക്കും? ρg ഈസിക്കൽ ഇൻ്റഗ്രൽ BH സ്ക്വയർ DH എന്നാക്കും. അപ്പോൾ ρg ഇൻറ്റു ഇൻ്റഗ്രൽ BH സ്ക്വയർ DH എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ BH സ്ക്വയർ DH എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർഫസ് അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡാണ്. BH സ്ക്വയർ DH ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് എന്ത് ഇൻ്റഗ്രൽ BH സ്ക്വയർ DH. ഇത് മെക്കാനിക്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ρg ഇൻറ്റു I0 എന്ന ഈക്വേഷനെ എഴുതി. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ പ്രഷർ ഡെറിവ് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. അതെന്താണ്? മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ദ കമ്പോണൻറ്റ് അബൌട്ട് ദ സെയിം ആക്സിസ്. അപ്പോൾ അതിനെ രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞ FR ഇൻറ്റു HCയെയും ഇപ്പോൾ പറഞ്ഞതായ സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഓൾ ഫോഴ്സിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യുകയാണ്. അതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് എന്ന് പറഞ്ഞത്. അതിനെ അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ FR ഇൻറ്റു HC ഈക്വൽ ടു ρg ഇൻറ്റു I0. അതിൽ നിന്ന് FR നമ്മൾ എടുക്കുന്നു. FR ഈക്വൽ ടു, പക്ഷേ FR എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാ? സബ്മേർജ്ഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഫോഴ്സിൻ്റെ FR എടുക്കുന്നു. എന്താണ് FR? ρg A ഇൻറ്റു HG. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ FR ഇൻറ്റു HC എങ്ങനെ വരും? ρg A HG ഇൻറ്റു HC ഈക്വൽ ടു ρg I0. അതിൽ നിന്ന് HC എഴുതി. സെൻറ്റർ ഓഫ് പ്രഷർ HC ഈക്വൽ ടു ρg I0 ഡിവൈഡഡ് ബൈ ρg A ഇൻറ്റു HG. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള റോയും പോയി ജിയും പോയി. ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന ക്യാപിറ്റൽ G അല്ല, സ്മോൾ g ആണ്. മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിനെ കോമൺ ആയിട്ടുള്ളതെല്ലാം മാറ്റി കഴിയുമ്പോൾ I0 ബൈ AHG ആണ്. ഇനി മെക്കാനിക്സിനകത്ത് പണ്ട് പഠിച്ച പാരലാക്സിസ് തിയറം I0 ഈക്വൽ ടു IG പ്ലസ് AH സ്ക്വയർ G. അപ്പം ഈ പറയുന്നത് മെക്കാനിക്സിനകത്ത് പഠിച്ചതാണ്. I0 ഈക്വൽ IG പ്ലസ് AHG സ്ക്വയർ എന്ന് പറയുന്നത്. IG എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ് ഓഫ് സർഫസ് പാരലൽ ടു ദ ഫ്രീ സർഫസ്. ഇനി അതിനകത്തു നിന്ന് I0 എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? IO എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് 1.25 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് HC ഈക്വൽ ടു I0 ബൈ AHG എന്നുള്ളതിനകത്ത് I0യ്ക്ക് IG പ്ലസ് AH സ്ക്വയർ G എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ HC ഈക്വൽ ടു IG പ്ലസ് AHG സ്ക്വയർ ബൈ AHG. അതിനകത്തു നിന്ന് കോമൺ ആയിട്ട് AHGയെ നമ്മൾ ഓരോ ടീമിനും ഇട്ട് കൊടുക്കുമ്പോൾ IG ബൈ AHG പ്ലസ് HG എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? HC ഈക്വൽ ടു IG പ്ലസ് AHG പ്ലസ് HG. അപ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കേസാണ് നമ്മൾ പഠിച്ചത്. പ്രഷർ ഓൺ സബ്മേർജ്ഡ് പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസും വെർട്ടിക്കൽ പ്ലെയിൻ സർഫസും. ഹൊറിസോണ്ടൽ സർഫസിൻ്റെ കേസിൽ നമ്മൾ പ്രഷർ ഫോഴ്സ് FR ρg AH എന്നുള്ളത് പഠിച്ചു. എന്നാൽ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെ കേസിൽ വന്നപ്പോൾ പ്രഷർ ഫോഴ്സും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറും FRഉം HCയും നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടേബിൾ ഇനി തരുന്നുണ്ട്. ആ ടേബിളിനകത്ത് ഓരോ പ്ലെയിൻ സർഫസും അതിൻ്റെ ഏരിയയും ലൊക്കേഷൻ ഓഫ് സെൻട്രോയിഡ് എക്സ് ഫ്രം ദ ബേസും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനും ഉണ്ട്. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഈ 5 കേസിൻ്റെയും ഈ ഏരിയയും ലൊക്കേഷൻ ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ ബേസും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും നമ്മൾ കാണാൻ പഠിക്കണം. കാരണം ഇനി അടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്ന. പ്രോബ്ലംസിനകത്ത് നമുക്ക് ഈ പറയുന്ന ബേസിക് ഇക്വേഷൻസ് വളരെ അത്യാവശ്യമായിട്ട് വേണം. അതുകൊണ്ട് തന്നെ റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും സെമി സർക്കിളിൻ്റെയും ട്രിപ്പീസിയത്തിൻ്റെയും ഏരിയയും അതിൻ്റെ ലൊക്കേഷൻ ഫ്രം ദ സെൻട്രോയിഡ് ഫ്രം ദ ബേസും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനും
നമ്മൾ പഠിക്കണം, ഫിഗറും പഠിക്കണം. ഓക്കെ.